ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ മോഡലാണ് സുസുക്കി ആക്സസ് എന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്നതും ഇതൊരു ജാപ്പനീസ് ബ്രാൻഡ് ആയതുകൊണ്ടും മാത്രമാണ്. സുസുക്കി ആക്സസ് പെട്രോൾ വേരിയൻറ്റിനെ അത്ര പെട്ടെന്ന് ആർക്കും അങ്ങനെ മറക്കാൻ സാധിക്കില്ല. കാരണം അത്രയധികം ക്ലിക്കായിട്ടുള്ള ഒരു പെട്രോൾ വേരിയൻ്റ് ആണ് സുസുക്കി ആക്സസ്. തങ്ങളുടെ ആദ്യ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ നിർമ്മാണം തുടങ്ങിയെന്ന് അറിയിച്ചിരിക്കുകയാണ് സുസുക്കി. ഗുഡ്ഗാവിലെ പ്ലാന്റിനാണ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലാണ് സുസുക്കി ആക്സസ് ഇലക്ട്രിക്കിനെ ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ടെക്നിക്കൽ ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഈ ആക്സസിന് കരുത്തേകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കരുത്തും ആയുസ്സും താപസ്ഥിരതയും ഇതിനുണ്ട്. കൂടാതെ ബെൽറ്റ് ഡ്രൈവ് മോട്ടറാണ് വാഹനത്തിൽ വരുന്നത്. എക്കോ മോഡ്, റൈഡ് മോഡ് എ, റൈഡ് മോഡ് ബി എന്നിങ്ങനെ 3 മോഡ്സുകളാണ് വാഹനത്തിൽ വരുന്നത്. സുസുക്കി അവകാശപ്പെടുന്ന പ്രകാരം വാട്ടർ ടെസ്റ്റ്, ഹീറ്റിംഗ് ടെസ്റ്റ്, ക്രാഷ് ടെസ്റ്റ്, വൈബ്രൻസ് ടെസ്റ്റ്, മോട്ടോർ ബെഞ്ച്, പഞ്ചർ തുടങ്ങിയ ടെസ്റ്റുകൾ എല്ലാം തന്നെ വാഹനം കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. 3 kWh ബാറ്ററി പാക്കാണ് വാഹനത്തിൽ വരുന്നത്. ഒരു തവണ ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 95 കിലോമീറ്റർ റേഞ്ചാണ് വാഹനത്തിന് വരുന്നത്. പോർട്ടബിൾ ചാർജർ ഉപയോഗിച്ച് 6 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജിങ്ങും ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് വെറും 2 മണിക്കൂർ കൊണ്ടും ഫുൾ ചാർജ് ആവുകയും ചെയ്യുന്നതാണ്. 5.5 ഹോഴ്സ് പവർ ആണ് വാഹനത്തിൻ്റെ ഒരു മോട്ടോർ പവർ വരുന്നത്. പരമാവധി ടോർക്ക് എന്നത് 15 ന്യൂട്ടൺ മീറ്ററാണ്. സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയും ഇതിലുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, TFT ഡിസ്പ്ലേ ആണ് ഉള്ളത്. വാഹനത്തിൻ്റെ വില കമ്പനി ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല. വരും ആഴ്ചകളിൽ അത് അറിയാനാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വാഹനം എത്രയും പെട്ടെന്ന് ഇറങ്ങട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.